ലിജു നമസ്കാരം. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ നമസ്കാരം. KSU കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ ഇന്നിങ്ങനെയൊരു തത്സമയ സംവാദത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം, ഇന്ന് നമ്മൾ സംവദിക്കുന്ന വിഷയം കഴിഞ്ഞ തിരുവോണ നാളിൽ നമ്മളെല്ലാം കേട്ടുണർന്ന ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് 2 DYFI പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നുള്ളത്. ആ 2 ചെറുപ്പക്കാരുടെ കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ് തിരുവോണ നാളിൽ കേരളം ഉണർന്നത്. ആ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ആ കൊലപാതകം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP-യും അതോടൊപ്പം തന്നെ CPM-ന്റെയും DYFI-യുടെയും സമുന്നതരായിട്ടുള്ള നേതാക്കൾ പ്രഖ്യാപിക്കുകയുണ്ടായി, വെഞ്ഞാറമൂട് നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണ്. ആ രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം അങ്ങനെയൊരു പ്രസ്താവന CPM-ഉം അതോടൊപ്പം തന്നെ CPM-ന്റെ യുവജന സംഘടനയായിട്ടുള്ള DYFI-യും അങ്ങനെയൊരു പ്രസ്താവന നടത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിപ്പോൾ നല്ലപോലെ ബോധ്യമായി കൊണ്ടിരിക്കുക. എന്താ കാരണം? കഴിഞ്ഞ 4.5 വർഷത്തെ ഇടതുപക്ഷ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കൊലപാതകങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത്, പീഡനങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത്, സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് യുവജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട്, ഏറ്റവും അവസാനം കള്ളക്കടത്തിനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും
നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അമ്പേ പരാജയപ്പെട്ട് ആ സർക്കാരിൻ്റെ മുഖം വികൃതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ വികൃതമായ മുഖം മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന ഇരട്ട കൊലപാതകത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുമലിൽ കൊണ്ട് കെട്ടിവയ്ക്കുവാനുള്ള വ്യഗ്രത CPM-ഉം DYFI-യും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ച, ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ആ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളാകുന്നവരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമെന്ന് പറയുന്നത് അത് CPM-ഉം DYFI-യുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും കൊലപാതകങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട്, കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നിഷ്കരുണം വെട്ടിക്കൊല്ലുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല പോലെ ബോധ്യമുള്ളതാണ്. പക്ഷേ വെഞ്ഞാറമൂടിലെ ഇരട്ട കൊലപാതകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുമലിൽ കെട്ടിവയ്ക്കുവാൻ CPM-നും DYFI-ക്കും വലിയ വ്യഗ്രതയാണ്. കാരണം അവരുടെ ഈ സർക്കാരിന്റെ വികൃതമായിരിക്കുന്ന മുഖം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഈ സർക്കാരിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട്, അവരുടെ ഭരണപരാജയങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ചർച്ചകൾ വഴിമാറ്റിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരട്ട കൊലപാതകം കോൺഗ്രസിന്റെ ചുമലിൽ കൊണ്ട് കെട്ടിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം DYFI-യും CPM-ഉം പ്രഖ്യാപിക്കുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നടത്തിയിട്ടുള്ളത് എന്ന്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ 2 യുവാക്കൾ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ കേരളത്തിലെമ്പാടും വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPM-ഉം DYFI-യുടെയും ക്രിമിനലുകൾ അഴിച്ചുവിട്ടത്. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവാണ് പുറത്തു വന്നത്? കോൺഗ്രസ് ആണ് നടത്തിയത് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇവർ പറയുന്നത്? ഇവർ അന്നു മുതൽ പറയുന്നു ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെന്ന. എന്തടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതികളെ നമുക്കൊന്ന് നോക്കാം. ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി എന്ന് പറയുന്നത് മരുതമൂട് സതി എന്ന് പറയുന്ന ആ വ്യക്തി, ആ പ്രതി എന്ന് പറയുന്ന മരുതമൂട് സതി CITUവിന്റെ സജീവ പ്രവർത്തകനാണ്. ഈ കൊലക്കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയാണ്. അതോടൊപ്പം തന്നെ നജീബ് എന്ന് പറയുന്ന ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട് വാഹനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത നജീബ് എന്ന് പറയുന്ന ഈ കൊലപാതക കേസിലെ പ്രതി, അയാൾ CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാകും CPM-ന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനിങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള CPM-ന്റെ സജീവ പ്രവർത്തകനാണ് നജീബ്. അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതി സജീവൻ CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ ഈ തരത്തിൽ CPM-ന്റെ 3ഓളം പ്രതികൾ, CPM-ന്റെ 3ഓളം പ്രവർത്തകർ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും CPM-ഉം DYFI-യും പറയുന്നത് ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണെന്ന്. അപ്പോ ഈ കേസ് വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് CPM-ഉം DYFI-യും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. 1-2 ആരോപണങ്ങളല്ല, നിരവധി ആരോപണങ്ങളാണ് CPM-ഉം DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ആ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ കൂടി നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആറ്റിങ്ങലിന്റെ
MP ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനകീയനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് അടൂർ പ്രകാശ് MP, അദ്ദേഹത്തിനെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് അവർ പറയുന്ന ആരോപണം? ഈ കേസിൽ പ്രതികളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരെ സഹായിക്കുന്നത് MP ആണ്. ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ MP ഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന് ഈ നിമിഷം വരെയും അടൂർ പ്രകാശ് MPക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. MP വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ മറുപടി നൽകിയിട്ടുണ്ട്. CPM-നെയും DYFI-യെയും വെല്ലുവിളിക്കുന്നു. ഈ കേസിൽ MPക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, സാധിക്കുവാൻ നിങ്ങൾക്ക് MP-യെ ഈ പ്രതികളുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെളിവുകൾ പുറത്തുവിടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ്. പക്ഷേ കൊലപാതകം നടന്ന് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സജീവ പ്രവർത്തകനെയോ നേതാക്കളെയോ ഈ പറയുന്ന ആറ്റിങ്ങലിന്റെ ബഹുമാനപ്പെട്ട MP-യെയോ ഈ കേസുമായി ബന്ധപ്പെടുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വ്യക്തമായി കുറെ തെളിവുകൾ, കുറെ ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. ഈ കേസിന്റെ, ഈ കൊലപാതകം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കൂടി ബഹുമാനപ്പെട്ട MP ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്താണത്? ഈ കൊലപാതകം നടന്ന പ്രദേശം എന്ന് പറയുന്നത് വാമനപുരം നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലത്തിന്റെ MLA എന്ന് പറയുന്നത് CPM-ന്റെ നേതാവായിട്ടുള്ള DK മുരളി. ഈ DK മുരളിയുടെ മകനുമായി ബന്ധപ്പെട്ട് 2019 ഒരു വിഷയമുണ്ടായിട്ടുണ്ട്. വേങ്കമല എന്ന് പറയുന്ന സ്ഥലത്ത് വേങ്കമല ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് 2 ചെറുപ്പക്കാരെ ഈ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള സജീവനും സജിത്തും എന്ന് പറയുന്ന ആ 2 വ്യക്തികൾ, 2 ചെറുപ്പക്കാരെ സംശയാസ്പദമായി രാത്രി വളരെ വൈകി കാണുന്നു. അവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നു. അവരെ മർദ്ദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ആ MLA-യുടെ ബന്ധുവാണ്, ഡ്രൈവറാണ് എന്ന്. രാത്രി അനാശാസ്യം നടത്തുവാനായിട്ടാണോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് ആ രാത്രി ഈ ചെറുപ്പക്കാരെ കാണുന്ന സമയത്ത് അത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടാകുകയും അതിൽ ഈ പറയുന്ന MLA-യുടെ മകൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അത് തൊട്ടടുത്ത ദിവസം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ആ കേസ് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോ ഈ കൊലപാതകത്തിന്റെ തുടക്കം അവിടെ നിന്നുമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഈ കേസിൽ കൊല്ലപ്പെട്ടിട്ടുള്ള 2 DYFI-യുടെ പ്രവർത്തകരുണ്ട്. ഒരാൾ പോലും ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, എല്ലാ കാലത്തും ആ നിലപാടെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഞാനും പറയുന്നു, ഒരാൾ പോലും കൊല്ലപ്പെടാൻ പാടില്ല. അവർ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷേ ഈ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ പൂർവ്വകാലം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ കൊല്ലപ്പെട്ട മിഥിലാജ് എന്ന് പറയുന്ന DYFI-യുടെ പ്രവർത്തകൻ, ഇദ്ദേഹം മുന്നേ DYFI-യുടെ മറ്റൊരു പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഈ മിഥിലാജ്. ആരെയാണ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്? DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള AA റഹീമിന്റെ അടുത്ത അനുയായിയായിട്ടുള്ള DYFI-യുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയൻ എന്ന് പറയുന്ന DYFI നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മിഥിലാജ്. അതോടൊപ്പം തന്നെ മറ്റൊരു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസുണ്ട്.
ഇതേ പറയുന്ന വട്ടപ്പാറ പെട്രോൾ പമ്പിനകത്ത് വച്ച് കാറ് കുത്തിപ്പൊളിച്ച് മറ്റൊരു വ്യക്തിയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് ഇതേ മിഥിലാജ്. അതോടൊപ്പം തന്നെ മിഥിലാജിനോടൊപ്പം കൊല്ലപ്പെട്ട ഹക്ക് എന്ന് പറയുന്ന വ്യക്തി, ഹക്കും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സൂചിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും. കാരണം ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പ്രഖ്യാപിച്ച CPM-ഉം DYFI-യും അവരുടെ ആ വാക്കുകൾ പുറത്തു വന്ന് കുറച്ച് സമയങ്ങൾക്കപ്പുറം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊരു CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യം പരിശോധിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ CCTV ദൃശ്യത്തിൽ കൂടി കണ്ടത്. ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ കൊലപാതകത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കൊലപ്പെടുത്താൻ വരുന്ന വ്യക്തികൾ കൊല്ലപ്പെടേണ്ട വ്യക്തിയെ വളഞ്ഞിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ആ ഒരു രീതിയാണ് രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ വെഞ്ഞാറമൂട് നടന്ന ഇരട്ട കൊലപാതകത്തിൽ ആ പറയുന്ന രണ്ടുപേരെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നില്ല. രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ ഏന്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത്. എന്നാൽ പ്രതികൾ പിടിക്കപ്പെട്ടപ്പോൾ മറു സൈഡിലുള്ള കുറെ പേർ ഒളിവിൽ പോയിരിക്കുകയാണ്. അതാരൊക്കെയാണെന്ന് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അവരെ പിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോൺഗ്രസ് DCC ജില്ലാ കമ്മിറ്റി വളരെ തെളിവുകളോടുകൂടി വളരെ വ്യക്തമായി CCTV ദൃശ്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിട്ടുള്ള CCTV ദൃശ്യത്തിൽ ഏകദേശം 12ഓളം പേരാണ് ആ ആക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും അതോടൊപ്പം തന്നെ മറ്റു 10ഓളം പേർ ആ ആക്രമണം നടക്കുന്ന സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളെ എന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന കാഴ്ചയാണ് ആ CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. എങ്ങനെയാണ് കൊല്ലപ്പെട്ടവരുടെ കയ്യിൽ ആയുധമെത്തിയത്? കൊലപ്പെടുത്താൻ വന്നവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്, കൊല്ലപ്പെട്ടവരുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സംഭവം നടക്കുന്നത് രാത്രി 11:30 മണിക്കാണ്. നമുക്കറിയാം, കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ്, പോലീസ് നിരീക്ഷണം വളരെ ശക്തമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവോണത്തിന്റെ തലേ ദിവസമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. തിരുവോണത്തിന്റെ തലേ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെല്ലാം പോലീസിന്റെ വലിയ രീതിയിലുള്ള പട്രോളിങ്ങും നിരീക്ഷണവും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ രാത്രി 11:30 മണിക്ക് രണ്ട് സംഘങ്ങൾ കൂട്ടം കൂടി വന്ന് മാരകായുധങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയ കൊലപാതകമെന്ന് CPM-ഉം DYFI-യും ആരോപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഹക്കിന്റെ വീടെന്ന് പറയുന്നത് ഈ കൊല നടന്നു എന്ന് പറയുന്ന തേമ്പാമൂട് നിന്നും 3 കിലോമീറ്റർ പിറകിലായിട്ട് പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ പേരുമല താമസിക്കുന്ന ഹക്ക് അയാളുടെ വീടും കഴിഞ്ഞ് 3 കിലോമീറ്ററിനപ്പുറം ഈ തേമ്പാമൂട് രാത്രി 11:30 മണിക്ക് എന്തിനു വന്നു? ഇവർ ആയുധങ്ങളുമായിട്ട് എന്തിന് തേമ്പാമൂടെത്തി? ഈ ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള 12ഓളം പേരിൽ ഈ CCTV ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരുടെയും പേരുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന ഷഹിൻ ഈ CCTV ദൃശ്യങ്ങളിൽ എങ്ങും തന്നെ ഇല്ല. എന്നാൽ ആ CCTV ദൃശ്യങ്ങളിലുള്ള മറ്റൊരാളുണ്ട്, ഷഹിൻ എന്ന് പറയുന്ന ആൾ. ആ ഷഹിൻ എന്ന് പറയുന്ന വ്യക്തി
ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ്. വെമ്പായത്ത് കട നടത്തുന്ന ആ കട എങ്ങനെയാ വന്നത്? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള റഹീമിന്റെ സഹായത്തോടു കൂടി കട തുടങ്ങി കട നടത്തുന്ന ഒരു ഷഹീനാണ് ഈ CCTV ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ ദൃക്സാക്ഷിയായിട്ട് വന്നത് മറ്റൊരു ഷഹീനാണ്. ആ ഷഹീൻ ഈ CCTV ദൃശ്യങ്ങളിൽ എവിടെ ഇല്ല. അതോടൊപ്പം തന്നെ ഉണ്ണി എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഈ CCTV ദൃശ്യങ്ങളിലുണ്ട്. ആ ചെറുപ്പക്കാരനെ ഇതുവരെയും ഒരു വിവരവുമില്ല. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സാക്ഷിയാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ നിരവധി പേർക്ക് വെട്ടുകൊള്ളുന്നു, പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയവരൊക്കെ എവിടെയാണ്? അപ്പോ ഈ കേസ് കേരള പോലീസ് അന്വേഷിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ കേരള പോലീസ് കൊലപാതക കേസ് അന്വേഷിക്കുന്നതിൽ അവരെ ഞാൻ വില കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷേ CPM-ഉം DYFI-യും കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പ്രഖ്യാപിച്ച ഈ കൊലപാതകം ഇടതുപക്ഷ ഭരണത്തിൽ അവരുടെ കീഴിലുള്ള കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിലെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തമായി തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഈ സംഘടനകളുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ആദ്യമേ തന്നെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതക കേസ് CBI-യെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇതുവരെയും അതിന് ഒരു മറുപടിയും CPM-ഉം DYFI-യും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ ആ തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വ്യക്തമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ രണ്ട് കൂട്ടരുടെയും കയ്യിൽ എങ്ങനെയാണ് ആയുധം വന്നത്? അതിന് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു മണ്ടൻ മറുപടിയുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗപ്പൻ പറഞ്ഞത് മിഥിലാജും ഹക്കും ആയുധങ്ങൾ കയ്യിലേന്തിയത് സ്വയം രക്ഷയ്ക്കായിരിക്കുമെന്ന്. അപ്പോ സ്വയം രക്ഷയ്ക്ക് ആയുധങ്ങളും കൈകളിലേന്തിയാണോ CPM-ന്റെയും DYFI-യുടെയും നേതാക്കളും പ്രവർത്തകരും നടക്കുന്നത് എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഈ പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ് ഈ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങളുമായി നടക്കുന്നത്? അങ്ങനെ സ്വയം സുരക്ഷയ്ക്ക് ആയുധങ്ങളുമായിട്ട് നിങ്ങൾക്ക് നടക്കേണ്ട സാഹചര്യം എന്താണ്? നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഈ കേരളത്തിൽ ആഭ്യന്തരം ഭരിക്കുന്നത് നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങളുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം രക്ഷയ്ക്ക് ആയുധങ്ങളുമായിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈ മിഥിലാജും ഹക്കും ആയുധങ്ങളുമായി സ്വയം രക്ഷയ്ക്ക് സഞ്ചരിച്ചത് അവർക്ക് എന്തെങ്കിലും വധഭീഷണി മുന്നേ ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ അതെവിടെ നിന്നായിരുന്നു എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. എന്നാൽ തൊട്ടടുത്ത ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ കൊല്ലപ്പെട്ടവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്, കൊല്ലപ്പെട്ടവരുടെ ഉൾപ്പെടെ കൈകളിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു CPM-ന്റെ MLA ആയിട്ടുള്ള DK മുരളിയുടെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകണം. അതോടൊപ്പം തന്നെ ഈ കേസിൽ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ കേസിന്റെ പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം മെഡിക്കൽ കോളേജിൽ എത്തിയ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി റഹീം അവിടെ വെച്ച് തന്നെ ഈ കേസിലെ ദൃക്സാക്ഷി എന്ന് പറയുന്ന ആ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് പോലീസ് ആ ദൃക്സാക്ഷിയെ പോലീസ് ജീപ്പിൽ കയറ്റി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്. ആ ദൃക്സാക്ഷിയെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് പുറകെ ധൃതി പിടിച്ച് രാത്രി 2 മണിക്ക് DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്തിനാണ്
വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ആ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്തിനാണ് സ്റ്റേഷനകത്ത് കയറി ആ ദൃക്സാക്ഷിയായിട്ടുള്ള ആ ചെറുപ്പക്കാരനെ പുറത്തു കൊണ്ടുവന്ന് അരമണിക്കൂറോളം ക്ലാസ് നൽകിയത്? എന്തു പറഞ്ഞു കൊടുക്കാനായിരുന്നു? അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്ക് അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു, CPM-നും DYFI-ക്കും നട്ടെല്ലുണ്ടോ? ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുവാൻ. നിങ്ങളുടെ തന്നെ 2 സഖാക്കൾ DYFI-യുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ട ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതക കേസ് അത് CBI അന്വേഷിക്കണം. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതിന്റെ ഏതെങ്കിലും ഒരു നേതാവിനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP-ക്കോ പങ്കുണ്ട് എന്ന് തെളിയിക്കുവാൻ CBI-യെ കൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുവാൻ CPM-നും DYFI-ക്കും നട്ടല്ലുണ്ടോ, ഉറപ്പുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ DYFI-യുടെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ട ഈ കേസ് അത് CBI അന്വേഷണത്തിന് വിടുവാൻ ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ? കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ ഇരട്ട കൊലപാതക കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ അതെങ്ങും എത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും ശക്തമായും ആവശ്യപ്പെടുന്നു, CBI ഈ കേസ് അന്വേഷിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് പെരിയയിൽ നമ്മുടെ 2 സഹോദരങ്ങളെ CPM-ന്റെ ക്രിമിനലുകൾ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി. ആരൊക്കെയാ? കൃപേഷും ശരത്ലാലും. ആ കേസിന്റെ അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതൃത്വവും അതോടൊപ്പം തന്നെ ആ 2 ചെറുപ്പക്കാരുടെ കുടുംബവും ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയി ആ കൊലപാതക കേസ് CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇട്ടുകൊണ്ട് ഹർജി നൽകി. ആ ഹർജിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. കേരള പോലീസ് അന്വേഷിച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള പ്രതികൾ പിടിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുക. അപ്പോ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അത് കൃത്യമായി അന്വേഷിക്കുവാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് കീഴിലുള്ള പോലീസിന് സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ പറയുന്നു. വെഞ്ഞാറമൂട് 2 DYFI-യുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ട ആ കേസ് CBI-യെ കൊണ്ട് അന്വേഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളും അതിന്റെ പ്രവർത്തകരും ശക്തമായി തന്നെ ആവശ്യപ്പെടും. അതോടൊപ്പം ഈ കേസിൽ പ്രതികളായിട്ടുള്ള 3ഓളം CPM-ന്റെ സജീവ പ്രവർത്തകർ, ആ പ്രവർത്തകരെ കുറിച്ച് അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടുവാൻ, അവരുടെ രാഷ്ട്രീയ ബന്ധം പുറത്തുവിടുവാൻ ഈ CPM-ഉം DYFI-യും തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ ഈ കൊലപാതകം നടന്നപ്പോൾ മുതൽ നിങ്ങൾ പറയുന്നു ഈ കൊലപാതകത്തിൽ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ്, ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളും കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്ന്. ആകെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത് സജിത്ത് എന്ന് പറയുന്ന ഈ കേസിലെ ഒരു പ്രതിയെ മാത്രമാണ്. ആ സജിത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഒരു ചുമതലയുമുള്ള ഒരു സജീവ പ്രവർത്തകനുമല്ല. അനുഭാവി ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും കൊലപാതക കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനറിയാം. CPM-ഉം DYFI-ക്കും ചിലപ്പോൾ അത് മനസ്സിലാകില്ലായിരിക്കും. കാരണം കേരളത്തിൽ എല്ലാ കാലത്തും കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ളത് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി,
ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ കൊലക്കേസിൽ പ്രതിയായിരുന്നു. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ കൊലക്കേസുകളിൽ ഇപ്പോഴും അന്വേഷണം നേരിടുന്ന, കോടതി വ്യവഹാരം നേരിടുന്ന പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. കാരായി രാജന്മാർ എന്ന് പറയുന്ന CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ കൊലക്കേസുകളിൽ പ്രതിയാണ്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് സ്വന്തം സഖാവായിരുന്ന TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി നിഷ്കരുണം കൊലപ്പെടുത്തിയ കേസിൽ കോടതി ശിക്ഷിച്ച പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരെ നിഷ്കരുണം വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതിയായിട്ടുള്ളവരെ സംരക്ഷിക്കുന്നത്, അവർക്ക് അഡ്വക്കേറ്റിനെ വെച്ചു കൊടുക്കുന്നത്, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്, അവർക്ക് പരോൾ അനുവദിക്കുന്നത്, ആ പരോൾ അനുവദിച്ച് പുറത്തു കൊണ്ടുവന്ന് കല്യാണവും ഹണിമൂണും ഉൾപ്പെടെ നടത്തിക്കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM ആണ് പറയുന്നത് ഇവിടെ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന്. കോൺഗ്രസ് ഒരു കാലത്തും ഒരു കൊലപാതക കേസിലെയും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല. ഒരു കൊലപാതക കേസിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള ഒരു നേതാക്കളും കൊലക്കേസിലെ പ്രതിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയും കൊലപാതക കേസുകളിൽ പ്രതിയായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു KPCC പ്രസിഡന്റും കൊലപാതക കേസുകളിൽ പ്രതിയായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും കൊലപാതക കേസിൽ ഗൂഢാലോചനയിൽപ്പെട്ടോ ഒരു കേസുകളും പ്രതിയായിരുന്നില്ല എന്ന് CPMഉം DYFIയും മനസ്സിലാക്കിയാൽ നന്ന്. നിങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതക കേസ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുമലിൽ കെട്ടിവയ്ക്കാമെന്ന് നോക്കിയാൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അതിന് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോ ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലക്കേസ് CBI അന്വേഷിച്ചാൽ ഈ അന്വേഷണം പോകുന്നത് അത് CPMന്റെയും DYFIയുടെയും നേതാക്കളിലേക്കായിരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ ഉറച്ച് ശക്തമായിട്ടും നല്ല ഉത്തമ ബോധ്യത്തോടുകൂടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെടുന്നു, ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതക കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ, നിലപാടെടുക്കുവാൻ CPMഉം DYFIയും ഇടതുപക്ഷ സർക്കാരും തയ്യാറായിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഈ കൊലപാതകത്തിന്റെ മറവിൽ കേരളത്തിലെമ്പാടും വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPMന്റെയും DYFIയുടെയും ക്രിമിനലുകൾ അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസവും കണ്ണൂര് അടിച്ചു തകർത്തു സ്മൃതി മണ്ഡപങ്ങൾ. ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിലെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്മൃതി മണ്ഡപങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങൾ നിങ്ങൾ ആക്രമണത്തിലൂടെ നശിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾ നിങ്ങൾ ആക്രമിച്ചു. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അരാജകത്വം സൃഷ്ടിച്ച് കേരള ജനതയിൽ ഭീതി പടർത്തി നിങ്ങളുടെ അഴിമതി ഭരണം, ഭരണപരാജയം, സ്വർണ്ണ കള്ളക്കടത്ത് പോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിന്നത് മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ വലിയ രീതിയിലുള്ള കലാപവും ആക്രമണവുമാണ്
CPM-ഉം DYFI ക്രിമിനലുകൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. ഈ കൊലപാതകം നടന്ന് തൊട്ടടുത്ത ദിവസം തിരുവോണ നാളിൽ തിരുവനന്തപുരത്ത് PSC ഓഫീസിന് മുന്നിൽ പട്ടിണി സമരമിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമര പന്തലിന് നേരെ CPM-ന്റെയും DYFI-യുടെയും ഗുണ്ടകൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA, സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥൻ MLA ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ പട്ടിണി സമരമിരുന്ന ആ സമര പന്തലിനു നേരെ അക്രമം അഴിച്ചുവിട്ട DYFI-യുടെയും CPM-ന്റെയും ഗുണ്ടകളോട് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേൽ കുതിര കയറുന്നത്? ഞങ്ങൾ സമാധാനത്തിന്റെ ആൾക്കാരാ, പക്ഷേ അടി കൊണ്ടാൽ അത് വാങ്ങിച്ച് വീട്ടിൽ പോകുന്ന പ്രവർത്തകരല്ല ഇന്നിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. പക്ഷേ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സംയമനം പാലിക്കണമെന്നാണ്. 2 DYFI-യുടെ പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെയും സ്മൃതി മണ്ഡപങ്ങൾക്ക് നേരെയും കൊടിമരങ്ങൾക്ക് നേരെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയും നിങ്ങൾ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഞങ്ങൾ സംയമനം പാലിച്ചിരിക്കുന്നത് ഈ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും നിങ്ങൾ ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് DYFI-യുടെ പ്രവർത്തകർക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റു. അതിനുശേഷം കണ്ണൂര് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് DYFI-യുടെയും CPM-ന്റെയും പ്രവർത്തകരുടെ കൈ അറ്റുപോകുന്ന കാഴ്ചയുണ്ടായി. എന്തിനാണ് ഇവർ ഈ ബോംബ് നിർമ്മാണം നടത്തുന്നത്? പാവപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വീടിനു നേരെയും ആ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടിയിട്ടാണ്, കലാപം അഴിച്ചുവിടുവാൻ വേണ്ടിയിട്ടാണ്, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിന്റെ മറവിൽ ഈ തരത്തിലുള്ള ബോംബ് നിർമ്മാണം നടത്തി ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് CPM-ഉം DYFI-യും മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. ഈ കൊലപാതകത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതിന്റെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരുവിധ പങ്കുമില്ല എന്ന് തെളിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇപ്പോഴും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, ഈ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം CBI-യെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കുവാൻ ഈ ഇടതുപക്ഷ സർക്കാരോ DYFI-യോ CPM-ഓ തയ്യാറുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അപ്പോ ഈ നാട്ടിൽ നിങ്ങൾ ഈ കലാപവും അക്രമവും അഴിച്ചുവിട്ട് നിങ്ങളുടെ ഈ ഭരണ പരാജയം, കഴിഞ്ഞ ദിവസം ചരിത്രത്തിലെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി. കോവിഡ് രോഗിയായിട്ടുള്ള ഒരു യുവതി, ആ യുവതിയെ രാത്രി 1 മണിക്ക് ആ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി 108 ആംബുലൻസിനകത്ത് വച്ച് ആ ആംബുലൻസിന്റെ ഡ്രൈവർ ആ 20 വയസ്സുകാരിയെ പീഡിപ്പിച്ചിരിക്കുന്നു. എന്തുമാത്രം നിഷ്കരുണമായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ നാട്ടിൽ 4ാം ക്ലാസ്സുകാരി മുതൽ 75 വയസ്സായ വൃദ്ധയ്ക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഈ സാഹചര്യത്തിൽ ഒരു 20 വയസ്സുകാരിയായിട്ടുള്ള കോവിഡ് രോഗിയെ രാത്രി തനിച്ച് ഒരു ആംബുലൻസ് ഡ്രൈവറോടൊപ്പം എന്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ഈ നാട്ടിലെ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും ആ വകുപ്പും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്? എന്ത് സുരക്ഷയാണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നൽകുന്നത്? നിരന്തരം ദിവസേന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ DYFI-യുടെയും CPM-ന്റെയും ക്രിമിനലുകളായിട്ടുള്ള ആ വ്യക്തികളെ ഇതുപോലുള്ള ആംബുലൻസുകളിലും സർക്കാർ സർവീസുകളിലും പിൻവാതിലിൽ കൂടി നിയമിച്ചുകൊണ്ട് പീഡനങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു അഴിമതി നിറഞ്ഞ നാറിയ നാണം കെട്ട ഒരു സർക്കാരായി
ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ദിവസേന പീഡനങ്ങൾ. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കേട്ടത്, ക്വാറന്റൈനിലായിരുന്ന യുവതി, ആ യുവതിയുടെ കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങുവാനായിട്ട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ ആ യുവതിയെ പീഡിപ്പിച്ചിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് CPM-ന്റെ തൊഴിലാളി സംഘടനയുടെ പ്രവർത്തകനാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ക്രിമിനലുകൾ CPM-ൽ ഊട്ടി വളർത്തുന്നത് ഈ പാർട്ടിയാണ്. നിങ്ങളുടെ ഭരണത്തിന്റെ മറവിൽ CPM-ന്റെയും DYFI-യുടെയും ക്രിമിനലുകളായിട്ടുള്ളവർ ഈ നാട്ടിൽ ആക്രമണവും അരാജകത്വവും പീഡനവും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. ക്രിമിനലുകൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മയക്കുമരുന്ന് കച്ചവടങ്ങൾ എല്ലാം തകൃതിയായിട്ട് ഈ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ ഭരിക്കുമ്പോ, പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുമ്പോ എല്ലാ ഒത്താശയും ഈ CPM-ന്റെയും DYFI-യുടെയും ക്രിമിനലുകൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഭരിച്ച് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ കേരളത്തിലെ പൊതുസമൂഹം നല്ലപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ യുവജന സംഘടനയും മഹിളാ സംഘടനയും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിൽ വിറളി പൂണ്ടുകൊണ്ടാണ് ഈ തരത്തിൽ 2 ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആ കൊലപാതകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുമലിൽ കൊണ്ട് കെട്ടിവയ്ക്കുവാൻ വേണ്ടിയിട്ട് CPM-ഉം DYFI-യും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളൊന്നും ഈ നാട്ടിൽ വില പോകില്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളി സമൂഹത്തിന് നല്ല പോലെ തന്നെ അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, അതിൻ്റെ പ്രവർത്തന രീതി എന്താണ്, അതിൻ്റെ നേതാക്കൾ എന്താണ്, അവരുടെ പ്രവർത്തന ശൈലി എന്താണ് എന്ന്. ഈ തരത്തിൽ കൊലപാതക രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കൊലപാതകങ്ങളിൽ പങ്കാളിയാകുന്ന ഒരാളെപ്പോലും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യമുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ ഈ തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ, കള്ളത്തരങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന CPM-ഉം DYFI-യും മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളാകുന്നവരെ സംരക്ഷിക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ പീഡനം നടത്തുന്ന നിങ്ങളുടെ സഖാക്കന്മാരെ സംരക്ഷിക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന നിങ്ങളുടെ സഖാക്കന്മാർക്ക് എല്ലാ ഒത്താശയും സഹായവും ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ അഴിമതിയും അരാജകത്വവും സൃഷ്ടിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഈ വെഞ്ഞാറമൂട് നടന്ന ഇരട്ട കൊലപാതകം, ഇപ്പോൾ ആ ഇരട്ട കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ബക്കറ്റുമായി CPM-ന്റെയും DYFI-യുടെയും നേതാക്കൾ പിരിവിനിറങ്ങിയിട്ടുണ്ട്. പാർട്ടി ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ പിരിച്ചു മാറ്റുവാൻ ആ മരണപ്പെട്ട മിഥിലാജിന്റെയും ഹക്കിന്റെയും പേരും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇവർ പിരിച്ചവരുടെ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. എല്ലാ കാലത്തും രക്തസാക്ഷികളെ ഉണ്ടാക്കി ആ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് നിങ്ങൾ പാർട്ടി ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കൊള്ളരുതായ്മകളും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് CPM-ഉം DYFI-യുമാണ്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല.
കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രക്തസാക്ഷിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് പാർട്ടി ഫണ്ടിലേക്ക് മാറ്റുന്ന പ്രവർത്തനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരാണ് CPM-ന്റെ കൊലക്കത്തിക്കിരയായിട്ടുള്ളത്. പ്രിയ അനുജന്മാർ കാസർഗോഡ് പെരിയയിലെ കൃപേഷും ശരത് ലാലും നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു. കണ്ണൂരിലെ പ്രിയ അനുജൻ ഷുഹൈബ് നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു. തൃശ്ശൂര് പുന്നയിലെ നൌഷാദ് നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു. ഇവിടെ ഏതെങ്കിലും ഒരു CPM-ന്റെ ഓഫീസിന് നേരെയോ കൊടിമരത്തിന് നേരെയോ നേതാക്കളുടെ വീടിന് നേരെയോ ആക്രമണങ്ങൾ ഞങ്ങൾ അഴിച്ചുവിട്ടുവോ? ആ ഒരു പ്രവർത്തന രീതിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ നിഷ്കരുണം വെട്ടിയെരിഞ്ഞപ്പോഴും സമാധാനത്തോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് സമാധാനം കാത്തു സൂക്ഷിക്കണം, ആക്രമണമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമുദ്ര എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ വളരെ കൃത്യമായിട്ട് തന്നെ ആ സന്ദേശം താഴെ തട്ടുവരെ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ മേലിൽ ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ അതിൻ്റെ ചുമലിൽ കൊണ്ടുവയ്ക്കുവാൻ നോക്കുന്ന CPM-നെയും DYFI-യെയും അർഹിച്ച അവജ്ഞയോടും പുച്ഛത്തോടും തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ CPM DYFI തയ്യാറുണ്ടോ? CBI അന്വേഷണം ആവശ്യപ്പെടുവാൻ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള A. റഹീമിന്റെ പങ്ക് ഈ കേസിൽ പുറത്തു വരേണ്ടതുണ്ട്. റഹീമിന്റെ ഫോൺ ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവ പുറത്തുവിടുവാൻ തയ്യാറുണ്ടോ? രാത്രി 2 മണിക്ക് ആ കേസിലെ സാക്ഷി എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ പോയി വിളിച്ചിറക്കി കൊടുത്ത ക്ലാസ് എന്തായിരുന്നു എന്ന് റഹീം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം CBI-യെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേരളത്തിലെ ഇടതു സർക്കാരിന് ആർജവമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചോദ്യം നിങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലിട്ടുകൊണ്ട് ഇന്നിങ്ങനെയൊരു തത്സമയ സംവാദം ഈ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ അവസരമൊരുക്കി തന്ന KSU കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും പ്രിയ സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.